ഡേവിൾസ് ലവ് രചന നന്ദന അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഇനി ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും അച്ഛൻ താൻ ഗർഭിണിയാണെന്ന വിവരം സൂര്യമംഗലത്തെ അറിയിച്ചു. കേട്ട വാർത്തയിൽ സൂര്യേട്ടൻ ഒത്തിരി സന്തോഷവാനായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞ് താൻ അറിഞ്ഞിരുന്നു. അധികം വൈകാതെ തന്നെ വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങളും തുടങ്ങി. അതിനിടയിൽ ഒരിക്കൽ പോലും സൂര്യേട്ടനൊന്ന് കാണാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അതിൽ വിഷമം തോന്നിയെങ്കിലും സൂര്യേട്ടന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയും പിന്നെ വിവാഹം കഴിഞ്ഞാൽ ഇന്ന് ഒരുമിച്ചുണ്ടാവുമില്ല എന്ന ആശ്വാസത്തിലും താനതെല്ലാം മനസ്സിലൊതുക്കിക്കൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കി. വിവാഹത്തിന് ഇനി കഷ്ടിച്ച ഒരാഴ്ച പോലും തികച്ചില്ല. എല്ലാവരും അതീവ സന്തോഷത്തിലായിരുന്നു. എത്രയും പെട്ടെന്ന് സൂര്യേട്ടന്റെ പേരൊത്തിയ താലി കഴുത്തിൽ വീഴുന്ന സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും താൻ തള്ളി നീക്കിയത്. അപ്പോഴാണ് ഇടുത്തി പോലെ ആ വാർത്ത വന്ന് തന്റെ ചെവിയിൽ പതിക്കുന്നത്. അന്നത്തെ കഞ്ചാവ് കേസിൽ സൂര്യേട്ടനെ ചതിച്ച വിനയേട്ടനായിരുന്നു അത്രേ. വിനയേട്ടന്റെ സ്വഭാവത്തിന് നല്ലതൊന്നും ആയിരുന്നില്ലെന്ന്, കള്ളും കഞ്ചാവും പെണ്ണുമായിട്ട് അടക്കുന്ന ഒരു പക്ക ഫ്രോഡായിരുന്നു വിനയേട്ടൻ. എന്നാൽ അതിനേക്കാൾ കൂടുതൽ തന്നെ തകർത്ത് കളഞ്ഞത് അതിന്റെ പേരിൽ സൂര്യേട്ടൻ തന്നെ സംശയിച്ചു എന്ന വാർത്തയാണ്. താൻ പറഞ്ഞിട്ടായിരുന്നു വിനയേട്ടൻ അന്ന് സൂര്യേട്ടൻ ഹോസ്പിറ്റലിൽ ജോലി കൊടുത്ത്. അപ്പോൾ തനിക്കും ഇതിലൊക്കെ പങ്കുണ്ടെന്ന് സൂര്യേട്ടൻ സംശയിച്ചു അത്രേ. പാർവതി ചേച്ചി അങ്ങനെ വന്ന് പറഞ്ഞു താനാകെ തകർന്നു പോയിരുന്നു. ഇപ്പൊ നിനക്ക് മനസ്സിലായോടി, അവൻ നിന്നെ സ്നേഹിച്ചിട്ടേ ഇല്ല, നിന്റെ ശരീരത്തെ മാത്രമേ അവൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ നീ ഗർഭിണിയാണെന്ന് പോലും ഓർക്കാവും നിന്നെ തള്ളി പറഞ്ഞ്. കട്ടിലിരുന്ന് കരയുന്ന രേവതിയുടെ അരികിലേക്ക് വന്നുകൊണ്ട് പാർവതി പരിഹാസത്തോടെ പറഞ്ഞു. തല ഇരുവശത്തേക്ക് കാട്ടിക്കൊണ്ട് രേവതി അതിനെ എതിർത്തു. ഇല്ല, എന്റെ സൂര്യേട്ടനെ സംശയിക്കില്ല, എനിക്ക് വിശ്വാസം അദ്ദേഹത്തെ. ഇതെന്തോ തെറ്റിദ്ധാരണയാ. അവൾ പറഞ്ഞു കേട്ട് പാർവതി ഒന്ന് പുച്ഛത്തോടെ ചിരിച്ചു. അതെ, തെറ്റിദ്ധാരണ തന്നെയാ. പക്ഷെ ആ തെറ്റിദ്ധാരണ നിന്റെ സൂര്യേട്ടൻ വിശ്വസിച്ചു. നിന്റെ കൂടെ അറിവോടുകൂടിയാ വിനയേട്ടൻ അങ്ങനെയൊക്കെ ചെയ്തെന്ന് വിശ്വസിച്ചുകൊണ്ടാ നിന്റെ സൂര്യേട്ടൻ ഇപ്പൊ നടക്കുന്നത്. ഇല്ല ചേച്ചി, നുണ പറയാ. എന്നെ എന്റെ സൂര്യേട്ടനും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി നിങ്ങൾ നുണ പറയുന്ന. അല്ലെങ്കിൽ തന്നെ വിനയേട്ടനോട് ജോലി എടുക്കാൻ ചേച്ചിയും ചന്ദ്രനും കൂടിയല്ല എന്നെ നിർബന്ധിച്ച്. അപ്പോഴവൾ പറഞ്ഞൊന്നും വിശ്വസിക്കാതെ രേവതി അവളുടെ നേരെ ചീറി. അത് കേട്ടതും പാർവതി ഒന്ന് പതറിയെങ്കിലും ആളത് പുറമേ കാണിക്കാതെ അവൾ രേവതിയെ തുറിച്ചു നോക്കി. ആ, ഞങ്ങൾ പറഞ്ഞെന്നുള്ള നേര് തന്നെയാ. അമ്മായി അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളത് അനുസരിച്ചു. എന്ന് വെച്ച് വിനയേട്ടന്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ? അവൾ അലസമായി പറഞ്ഞു. രേവതി അവളെ രൂക്ഷമായി നോക്കി. എന്നാൽ ചേച്ചിക്ക് പറഞ്ഞോട് സൂര്യേട്ടനോട്, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ വിനയേട്ടന് വേണ്ടി സംസാരിച്ചെന്ന്. ആ, അതൊക്കെ ഞങ്ങൾ പറഞ്ഞ, എന്നിട്ട് അവൻ വിശ്വസിക്കുന്നില്ല. നീ മനഃപൂർവ്വം പറഞ്ഞ് ചെയ്താണെന്നാ അവൻ പറയുന്നത്. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. എന്റെ സൂര്യേട്ടൻ അങ്ങനെയൊന്നും പറയില്ല. അപ്പോഴും അവൾ പാർവതിയെ നോക്കി നിഷേധഭാവത്തിൽ തലയാട്ടിക്കൊണ്ടിരുന്നു. വേണ്ട, നീ വിശ്വസിക്കേണ്ട. നീ ഇപ്പോഴും അവൻ തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു. അവൻ നേരിട്ട് വന്ന് നിന്റെ മുഖത്ത് പോയി പറയുമ്പോൾ ഒന്നുമോൾ വിശ്വസിച്ചാൽ മതി. അതും പറഞ്ഞുകൊണ്ട് അവൾ നോക്കി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പാർവതി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇല്ല, തന്റെ സൂര്യേട്ടൻ ഒരിക്കലും തന്നെ സംശയിക്കില്ല. അത് തനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. പാർവതി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടും താൻ മനസ്സിലാതെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴും തനിക്ക് തന്റെ സൂര്യേട്ടനെയായിരുന്നു വിശ്വാസം. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള ദിവസങ്ങളിൽ അവരെന്തൊക്കെ പറഞ്ഞിട്ടും താനതൊന്നും വിശ്വസിച്ചില്ല. അവർ തന്നെ പറ്റിക്കാൻ പറയുന്നതാണെന്ന് തന്നെ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ ആ ആശ്വാസത്തിന് വെറും 2 ദിവസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2 ദിവസങ്ങൾക്ക് ശേഷം തന്നെ കാണാൻ വന്ന തന്റെ സൂര്യേട്ടന്റെ നാവിൽ നിന്ന് തന്നെ താൻ അത് കേട്ടതും ആ നിമിഷം താൻ പൂർണ്ണമായും തകർന്നു പോയിരുന്നു. അവളുടെ ഓർമ്മകൾ വീണ്ടും ആ ദിവസങ്ങളിലേക്ക് കടന്നുപോയി. സൂര്യേട്ടൻ തന്നെ കാണാൻ വന്നിരിക്കുന്നതെന്ന് പാർവതി ചേച്ചി പറയുന്ന കേട്ടുകൊണ്ടാണ് രേവതി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. സൂര്യേട്ടാ! അവനെ കണ്ടതും ഓടി അവന്റെ മാറിലേക്ക് ചേർന്ന അവളെ അവൻ തള്ളി മാറ്റിയിരുന്നു. സൂര്യേട്ടാ! ഞെട്ടിലോടെ മുഖമുയർത്തി നോക്കുമ്പോഴേക്കും ഇതുവരെ കാണാത്ത ഭാവത്തിൽ കണ്ണുകൾ തീയുമായി അവൾ നോക്കി നിൽക്കുന്നതിന് അവൾ അവിശ്വസനീയതയോടെ നോക്കി നിന്നു. ഏട്ടാ, എന്താ? കൈയെടുക്കടി! അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടിരുന്ന അവളുടെ കൈകൾ കുടഞ്ഞെറിഞ്ഞവൻ. തൊട്ടുപോരുന്നു നീ എന്നെ! അവനവളുടെ നേരാലറിയതും അവൾ ഞെട്ടിലോടെ പിന്നിലേക്ക് നീങ്ങി നിന്നു. ചതിക്കായിരുന്നല്ലടി നീ എന്നെ! എങ്ങനെ തോന്നിയടി നിനക്ക്? പ്രാണൻ തന്നില്ലടി നിന്നെ ഞാൻ സ്നേഹിച്ച്. എന്നിട്ടും അത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏട്ടാ, എന്താ ഈ പറയുന്നത്? ഏട്ടനും എന്നെ സംശയിക്കുകയാണോ? ഞാനൊന്നും അറിഞ്ഞ കാര്യമില്ല, എനിക്കൊന്നും അറിയില്ല. അവൾ തന്നെ നിരപരാധിത്വം അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എന്ന പോലെ പറഞ്ഞു. മിണ്ടരുത് നീ! നിനക്കൊന്നും അറിയില്ലല്ലേ? നിന്റെ എല്ലാ ചതിയും മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാനിവിടെ നിൽക്കുന്നത്. എങ്ങനെ തോന്നിയത് നിനക്ക്? നിനക്ക് അവനെയായിരുന്നു ഇഷ്ടമെങ്കിൽ മാനായിട്ട് പറഞ്ഞ് പിരിയായിരുന്നല്ലോ. ഇങ്ങനെ കൂടെ നിന്ന് ചതിക്കണായിരുന്നു നീ. അവൻ അവളുടെ നേരെ അലറിക്കൊണ്ട് ചോദിച്ചു. ഏട്ടൻ ഇത് എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് ആരോടും ഇഷ്ടമാണെന്നാ. ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, ആ സൂര്യേട്ടൻ മാത്രം. പിന്നെ വിനയേട്ടൻ ഹോസ്പിറ്റലിൽ ജോലി എടുക്കാൻ ഈ പാർവതി ചേച്ചിയും ചന്ദ്രേട്ടനും കൂടി നിർബന്ധിച്ചിട്ടാ ഞാൻ ഏട്ടനോട് പറഞ്ഞു. അല്ലാതെ എൻ്റെ ഇഷ്ടപ്രകാരം പറഞ്ഞൊന്നല്ല. അതിൻ്റെ പേരിൽ എന്നെ ഇങ്ങനെ സംശയിക്കരുത് സൂര്യേട്ട. അവൾ അവന്റെ മുന്നിൽ നിന്ന് തന്റെ ദയനീയത പറഞ്ഞു. നീ എന്താ ഈ പറയുന്ന രേവതി? ഞങ്ങൾ എപ്പോഴാണ് നിന്നെ നിർബന്ധിച്ച്? നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലേ വിനയേട്ടന് വേണ്ടി സൂര്യേട്ടനോട് സംസാരിച്ച്? പെട്ടെന്ന് പാർവതി അവിടെ അരികിലേക്ക് വന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞു. രേവതി ഒരു നിമിഷം ഞെട്ടിപ്പോയി.
അവൾ അവിശ്വസനീയതയോടെ തന്റെ ചേച്ചിയെ നോക്കി നിന്നു. ചേച്ചി എന്താ ഈ പറയുന്നത്? ചേച്ചിയും ചന്ദ്രനും കൂടിയല്ലേ എന്നോട്? അവൾ പാർവതിയെയും ചന്ദ്രശേഖരനെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. വെറുതെ അനാവശ്യം പറയുന്ന രേവു, ഞങ്ങളെപ്പോഴാ നിന്നോട് അവന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞ് എല്ലാം നിന്റെ ഇഷ്ടപ്രകാരം ചെയ്തിട്ട് ഇപ്പൊ പ്രശ്നമായപ്പോ ഞങ്ങളുടെ തലയിലിടാൻ നോക്കുന്നോ? പാർവതി അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. തന്റെ ചേച്ചിയിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിക്കാതിരുന്ന രേവതി അവളെ നോക്കി നിസ്സഹായതയോടെ നിന്നു. അവളുടെ കണ്ണുകൾ ചന്ദ്രശേഖരന്റെ നേരെ നീണ്ടതും അയാൾ തലകുനിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. സൂര്യേട്ടാ, ചേച്ചി പറയുന്നോണേ, ഞാൻ ഒരിക്കലും സൂര്യനെ ചതിച്ചിട്ടില്ല. ചേച്ചി പറഞ്ഞിട്ടാ ഞാനൊന്ന് വിനയന്റെ വേണ്ടി സൂര്യനോട് സംസാരിച്ച്. എന്നെ വിശ്വസിക്കണ ഏട്ടാ. മതിയാക്കി രേവതി നിന്റെ കള്ളത്തരങ്ങള്. അവൾ അവനെ നോക്കി ദയനീയതയോടെ പറഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു. ഇനിയും നീ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് നല്ലവളാവാൻ ശ്രമിക്കേണ്ട രേവതി. നിന്റെ ചതി മുഴുവൻ എന്റെ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടതാ ഞാൻ. അവൻ പറഞ്ഞു. അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. ഏട്ടൻ എന്താ ഈ പറയുന്നേ? ഏട്ടൻ എന്ത് കണ്ടു? അവൻ പറഞ്ഞെന്തെന്ന് മനസ്സിലാവാതെ അവൾ സംശയത്തോടെ അവനോടായി ചോദിച്ചു. ഇനി അത് എന്റെ നാവിന്ന് കൂടി നിനക്ക് കേൾക്കണല്ലേ? എങ്കിൽ ശരി, ഞാൻ തന്നെ പറഞ്ഞുതരാം. വിനയനെ കുറിച്ചുള്ള സത്യാവസ്ഥ അറിഞ്ഞു. എന്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ വീട്ടിലെല്ലാവരും പറഞ്ഞു നീ കൂടെ ചേർന്നായിരിക്കാനും ചതിച്ചെന്ന്. എന്നിട്ടും നിന്നെ സംശയിക്കാൻ ഒരിക്കൽ പോലും എന്റെ മനസ്സ് അനുവദിച്ചിരുന്നില്ല. അങ്ങനെയാ അവനെ ഞാൻ പോയി കണ്ടത്, നിന്റെ മറ്റവനെ. എന്നാൽ അവന്റെ നാവിൽ തന്നെ ഞാൻ അറിഞ്ഞു നിങ്ങൾ തമ്മിലുള്ള നാറിയ ബന്ധം. എന്നിട്ടും ഞാൻ നിന്നെ അവിശ്വസിച്ചില്ല. നിനക്കെന്നെ ചതിക്കാൻ കഴിയില്ലെന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചെന്ന് നിന്നോട് കൂടി ചോദിക്കണമെന്ന് കരുതി. അങ്ങനെയാ കഴിഞ്ഞ ദിവസം നിന്നെ കാണാൻ വേണ്ടി ഞാൻ ഇവിടെ കയറി വന്നു. എന്നാൽ ഇവിടെ കയറി വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച, എന്റെ കുഞ്ഞിനെയും വയറ്റി ചുമന്നുകൊണ്ട് നിൽക്കുന്നവൾ മറ്റൊരുവന്റെ നെഞ്ചോരം ചേർന്ന് സല്ലപിക്കുന്ന കാഴ്ച. ഏത് പുരുഷനാടി അത് സഹിക്കാൻ കഴിയുന്നത്? അവൻ അവളെ നോക്കി അലറിക്കൊണ്ട് ചോദിച്ചു കേട്ടതും ഒന്നും വിശ്വസിക്കാനാവാതെ അവളവനെ പായിച്ചുകൊണ്ട് നോക്കി നിന്നു. എന്താണീ, നിനക്കിപ്പോ മറുപടിയൊന്നുമില്ലേ? അവളുടെ മൗനമായുള്ള നിൽപ്പേണ്ടതും അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അപ്പോഴും അവളൊന്നും മിണ്ടാനാവാത്ത അറിഞ്ഞു നിൽക്കുകയായിരുന്നു. സത്യത്തിൽ അവൾക്ക് എന്തും മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. കാരണം അങ്ങനെ ഒരു സംഭവം അവളുടെ അറിവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം എന്നല്ല, അവൾ വിനയനെ കണ്ടിട്ട് തന്നെ നാളുകൾ കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് താൻ അവന്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്നത്? ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ടെന്ന് അവൾക്ക് ബോധ്യമായി. ആരോ തങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. അവളുടെ കണ്ണുകൾ പാർവതിയുടെ നേരെ നീണ്ടു. തന്റെ ചേച്ചിയാണോ തന്നെ ചതിച്ചെന്ന് അറിയാനായി. എന്നാൽ അവൾ തന്നെ നോക്കാതെ മറ്റെങ്ങോട്ടോ നോയിക്കൊണ്ട് നിൽക്കുന്ന കണ്ട് അവളുടെ കണ്ണുകൾ ഈറനായി. അവൾ ദയനീയതയോടെ സൂര്യന്റെ മുഖത്തേക്ക് നോക്കി. എന്ന് പറഞ്ഞ് അവന്റെ തെറ്റിദ്ധാരണ മാറ്റുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. ഇത്രക്കുള്ള വിശ്വാസം എന്നോട് ഉണ്ടായിരുന്നുള്ളൂ സൂര്യേട്ട. അവൾ നിറകണ്ണുകളോടെ അവന് നോക്കിയെന്നുകൊണ്ട് മനസ്സിൽ ചോദിച്ചു. ഇനിയും നിന്റെ കൂടെ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല രേവതി. നീ കാരണം എന്റെ ജീവിതമാണ് തകർന്നത്. എന്നെ ചതിച്ചവളെ ജീവിതത്തിലേക്ക് കൂട്ടാനും മാത്രമുള്ള വിശാല മനസ്കതയൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഈ ബന്ധം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്ന്. അവൻ പറഞ്ഞു കഴിഞ്ഞതും അവൾ അവിശ്വസനീയതയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി നിന്നു. പിന്നെ മറ്റൊരു കാര്യം, നിന്റെ വയറ്റിലുള്ള എന്റെ കുഞ്ഞ്, അതിനെനിക്ക് വേണം. ഈ നാട്ടിലുള്ള ഓരോ പുൽക്കൊടിക്ക് പോലും അറിയാം നിന്റെ വയറ്റിൽ വളരുന്ന ഈ സൂര്യനാരായണന്റെ കുഞ്ഞാണെന്ന്. അതുകൊണ്ട് തന്നെ അവൻ അല്ലെങ്കിൽ അവൾ ഈ ഭൂമിയിൽ പിറക്കുമ്പോ ഈ സൂര്യനാരായണന്റെ കുഞ്ഞായി തന്നെ വളരണം. അതെനിക്ക് നിർബന്ധമാണ്. അവൻ പറഞ്ഞു കഴിഞ്ഞതും അവൾ ഒരക്ഷരം പോലും മിണ്ടാതെ നിറകണ്ണുകളോട് അവനെ നോക്കി നിന്നു. അപ്പൊ പറഞ്ഞു കേട്ടല്ലോ, എന്റെ കുഞ്ഞ് ജനിച്ച ഉടനെ എന്റെ കൈകളിൽ വെച്ച് തന്നിരിക്കണം. ഇല്ലെങ്കിൽ ഈ സൂര്യനാരായണൻ ആരാണെന്ന് നീ ശരിക്കും അറിയും. അവൻ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു. അവൾ ഒന്നും മിണ്ടാ മുഖം കുനിച്ച് നിന്നു. അല്ലെങ്കിൽ തന്നെ അവനോട് പറയാനുള്ള വാക്കുകളൊക്കെയും അവളിൽ നിന്ന് അകന്നു പോയിരുന്നു. അവൻ അവൾ ഒരു നിമിഷം കൂടി നോക്കിയ ശേഷം അവളുടെ മുന്നിൽ മുട്ടൂത്തിയിരുന്നു. ശേഷം അവളുടെ അല്പം ഉന്തിയ വയറിലേക്ക് പതിയെ വലങ്കൈ അമർത്തി വെച്ചു. വേഗം വരണേ വാവേ, അച്ഛ കാത്തിരിക്കും. അച്ഛക്ക് ആരുമില്ലടാ, വാവ മാത്രമേ ഉള്ളൂ. അവൻ നിറകണ്ണുകളോടെ പറഞ്ഞുകൊണ്ട് അവളുടെ വയറിൽ പതിയെ ചുണ്ടുകൾ ചേർത്തു. ശേഷം നിലത്തുനിന്ന് പതിയെ എഴുന്നേറ്റുകൊണ്ട് അവൾ ഒന്നുകൂടി രൂക്ഷമായി നോക്കി. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, പ്രസവിച്ച ഉടനെ എന്റെ കയ്യിലേക്ക് വെച്ച് തന്നിരിക്കണം എന്റെ കുഞ്ഞിനെ. അന്നേരം അവകാശവാദമായിട്ടെങ്ങാനും വന്നാ നിന്നെ കൊന്നുകളയാൻ പോലും മടിക്കില്ലേ സൂര്യനാരായണൻ, ഓർത്തു വെച്ചോ നീ. അവൾ നോക്കി ചൂണ്ടുവിരൽ മുകളിലേക്കും താഴേക്കും ആട്ടിക്കൊണ്ട് താക്കീതിന്റെ സ്വരത്തിൽ പറഞ്ഞ ശേഷം അവൻ കാറ്റുപോലെ പുറത്തേക്ക് പാഞ്ഞു പോയതും അവൾ ഒരു പൊട്ടിക്കരച്ചിലോടെ നിലത്തേക്ക് മുട്ടൂത്തി ഇരുന്നു പോയി. സൂര്യേട്ടാ! സൂര്യന്റെ കാർ പടിപ്പുര കടന്ന് ചീറിപ്പാഞ്ഞു പോയതും രേവതി ഒരു അലർച്ചയോടെ ആ കാറിന് പിന്നാലെ ഓടാൻ തുടങ്ങി. അയ്യോ മോളെ! അപ്പോഴേക്കും ദിവാകരനും ചന്ദ്രശേഖരനും ശാരദയും കൂടി അവളെ പിടിച്ചു വെച്ചു. വീട്, എന്നെ വീട്, എന്റെ സൂര്യേട്ടൻ എന്നെ കൂട്ടാതെ പോയി, എനിക്ക് കൂടെ പോണം, എന്നെ വീട്. അവൾ അലറിക്കരഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് കുതിരി മാറാൻ ശ്രമിച്ചു. മോളെ, അവൻ പോയി, നീ അകത്തേക്ക് വാ.
ദിവാകരൻ അവളെ എങ്ങനെയൊക്കെയോ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു. ഉമ്മറത്തേക്ക് കയറിയതും മുന്നിൽ നിൽക്കുന്ന പാർവതിയെ കണ്ട് അവളും നിന്നു. പതിയെ തന്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ദിവാകരനെയും ചന്ദ്രശേഖരനെയും കൈകൾ അടർത്തി മാറ്റിക്കൊണ്ട് അവൾ പാർവതിയുടെ അരികിലേക്ക് നടന്നു. മോളെ. ശാരദ അവളെ പിടിക്കാൻ നോക്കിയെങ്കിലും അവൾ അവരുടെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് പാർവതിയുടെ അരികിലേക്ക് ചെന്ന് നിന്നു. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു ചേച്ചി. ഞാൻ വിനയനോട് ജോലി കൊടുക്കാനായി സൂര്യനോട് പറഞ്ഞ്. ആളുടെ മുന്നിൽ ചെന്നിന്നുകൊണ്ട് രൂക്ഷമായ സ്വരത്തിൽ രേവതി ചോദിച്ചു. അവൾ പതർച്ചയോടെ രേവതിയെയും ചന്ദ്രശേഖരനെയൊക്കെ മാറി മാറി നോക്കി നിന്നു. ചോദിച്ചു കേട്ടില്ലേടി, എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു. അവളൊരു അലർച്ചയോടെ പാർവതിയുടെ ഇരുതോളിൽ അമർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ ഭയത്തോടെ അല്ലെന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു. ആ നിമിഷം രേവതിയുടെ വലം കൈ അവളുടെ കരൾ താഞ്ഞു പതിഞ്ഞു. പിന്നെ എന്തിനാണീ നീ ഇത്രയും വലിയൊരു നുണ അദ്ദേഹത്തോട് പറഞ്ഞ്? സ്വന്തം സഹോദരിയാണെന്ന് പോലും നോക്കാതെ എന്തിനാണ് ഈ മാബാബി നീ എന്നെ ചതിച്ചത്? അവളുടെ ഇരുകരണത്ത് മാറി മാറി അടിച്ചുകൊണ്ട് രേവതി അവളെ നോക്കി അലറി. മോളെ, നീ എന്തായി കാണിക്കുന്നത്? അവള് വിട്. ദിവാകരനും ശാരദയും കൂടെ അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ചന്ദ്രശേഖരൻ അടികൊണ്ട് നിലത്തേക്ക് വീഴാൻ പോയ പാർവതിയെ ചേർത്ത് പിടിച്ചു. എന്നെ വിട്, എന്റെ ജീവിതം തകർത്ത് ഇവളെ ഞാൻ ഇന്ന് കൊല്ലും. ഇവളെ ഒറ്റയൊരുത്തി കാരണ എന്റെ സൂര്യേട്ടനെ സംശയിച്ച് വെറുതെ വിടില്ല ഞാൻ ഇവളെ. അതും പറഞ്ഞുകൊണ്ട് അവൾ ദിവാകരന്റെ കയ്യിൽ നിന്ന് കുതിരി മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും അവരിരുവരും ചേർന്ന് അവളെയും കൊണ്ട് അകത്തേക്ക് നടന്നു. 2 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചും അവളൊന്ന് തിരിഞ്ഞു നോക്കി. നീ ഒന്നോർത്തോ പാർവതി, എന്തിനു വേണ്ടിയാണെങ്കിലും നീ ഇപ്പൊ ചതിച്ചത് അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം അനുഭവിച്ച് വളരേണ്ട എന്റെ കുഞ്ഞിനെ കൂടിയാ. അതിന് നിനക്കൊരിക്കലും മാപ്പില്ല. എന്റെ വാക്കുകൾ മനസ്സിൽ കുറിച്ചിട്ടോ നീ. ഇന്ന് നീ ഒരമ്മയാ, നാളെ നിന്റെ കുഞ്ഞും പുറലോകം കാണും. ഇന്ന് നീ കാരണം എന്റെ കുഞ്ഞിനെ നിഷേധിക്കപ്പെട്ടത് നാളെ നിനക്കും നഷ്ടാവും. എന്നോട് എന്റെ കുഞ്ഞിനോടും ചെയ്ത ചതിയുടെ ഫലമായി ഒരിക്കലും നിന്റെ കുഞ്ഞിന്റെ സ്നേഹം നീ അനുഭവിക്കില്ല. നെഞ്ചു പൊട്ടിക്കറിയുന്ന ഒരു അമ്മയുടെ ശാപം ഇത്. ഓർമ്മയിൽ വെച്ചോ നീ. തന്റെ ഉദരത്തിൽ ഇരു കൈകൾ കൊണ്ട് അമർത്തി പിടിച്ചുകൊണ്ട് അവൾ പാർവതിയെ നോക്കി അലറിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്ക് അവൾ കുഴഞ്ഞോട് നിലത്തേക്ക് ഇരുന്നു പോയിരുന്നു. മോളെ. ദിവാകരനും ശാരദയും കൂടി അവൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. എന്റെ സൂര്യൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചതിച്ചു. സൂര്യേട്ടന്റെ രേവതിക്ക് അതിന് കഴിയും. അകത്തേക്ക് നടക്കുന്നതിനിടയിൽ ശാരദയുടെ തോളിൽ തളർന്നു കിടന്നുകൊണ്ട് അവൾ കുഴഞ്ഞ ശബ്ദത്തിൽ എന്തൊക്കെയോ പിറുവിറുത്തുകൊണ്ടിരുന്നു. എന്നാൽ ഇതേ സമയം രേവതിയുടെ നാവിൽ നിന്ന് കേട്ട വാക്കുകൾ കേട്ട് തറഞ്ഞു നിൽക്കായിരുന്നു ചന്ദ്രശേഖരനും പാർവതിയും. പാർവതിയുടെ കൈകൾ തന്റെ ഉദരത്തിൽ ചുറ്റി. ചന്ദ്രേട്ട, നമ്മുടെ കുഞ്ഞ് അവൾ പറഞ്ഞു കേട്ടില്ലേ? നീ മിണ്ടരുത് പാറു. എല്ലാത്തിനും കാരണം നീ ഒറ്റൊരുത്തിയ. വിനയന്റെ സ്വഭാവം നന്നായിട്ട് അറിയാമായിരുന്നിട്ടും നീ ഒരിക്കലും അവന് വേണ്ടി അവരോട് റെക്കമെൻഡ് ചെയ്യാൻ പാടില്ലായിരുന്നു പാറു. അറിഞ്ഞുകൊണ്ട് നീ അവരെ ചതിച്ചു. അതുമാത്രോ, മറ്റെന്തൊക്കെയാണ് നീ ചെയ്തു കൂട്ടിയത്? ഒന്നും അല്ലെങ്കിൽ അവൾ നിന്റെ അനിയത്തിയല്ലേ പാറു. എന്തിനാ നീ അവൾ അറിഞ്ഞുകൊണ്ട് ചതിക്കാൻ കൂട്ടുന്നത്? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അവൾ ദയനീയമായവനെ നോക്കി. ഏട്ടാ, ഞാൻ നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ കുഞ്ഞിന് വേണ്ടി, നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയല്ലേ? നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ? അതിനുവേണ്ടി ആ പാവത്തിന്റെ ജീവിതം നശിപ്പിക്കണമായിരുന്നോ പാറു? നിന്റെ സ്വാർത്ഥ കാരണം അവൾക്ക് നഷ്ടപ്പെട്ടത് അവളുടെ ജീവിതം തന്നെയല്ലേ? അവള് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ നീ? നെഞ്ചു പൊട്ടി കരഞ്ഞു പറയുന്ന ഒരു അമ്മയുടെ ശാപം അത് പലിക്കില്ലെന്ന് തോന്നുന്നുണ്ട് നിനക്ക്? അനുഭവിക്കും പാറു. ഇതിനൊക്കെ നമ്മൾ രണ്ടുപേരും അനുഭവിക്കും. നാളെ പിറക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞ് ഈ കൊടുംപാവത്തിന്റെ ഫലം അനുഭവിക്കണല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അവൻ നിറഞ്ഞ മിഴികൾ അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ദയനീയമായി അവനെ നോക്കി. ഏട്ടാ, ഞാൻ അവളെന്തോ പറയാൻ തുടങ്ങിയതും അതിന് ചെവി കൊടുക്കാതെ അവൻ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ നിമിഷം അവൻ പോകുന്നത് നോക്കി നിസ്സഹായതയോടെ നിൽക്കാൻ മാത്രമേ അവൾക്ക് സാധിച്ചുള്ളൂ. ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അന്ന് സൂര്യനാരായണൻ രേവതിയുടെ അരികിൽ നിന്ന് ഇറങ്ങിപ്പോയതിൽ പിന്നെ ഒരിക്കൽ പോലും അവൻ അവളൊന്ന് കാണാൻ വന്നിട്ടില്ല. അപ്പോഴത്തെ ദേഷ്യത്തിന് അവൻ പറഞ്ഞാണെന്ന് കരുതി അവൾ ഓരോ നിമിഷം അവന് വേണ്ടി കാത്തിരുന്നെങ്കിലും ദിവസങ്ങൾ കഴിയും തോറും അവൻ തന്നെ പൂർണ്ണമായി ഉപേക്ഷിച്ചു എന്ന തോന്നൽ അവളിൽ ശക്തി ആർജിച്ചുകൊണ്ടിരുന്നു. അത് അവളിൽ നിരാശ നിറക്കാൻ തുടങ്ങിയിരുന്നു. നേരിട്ട് വന്നില്ലെങ്കിലും സൂര്യൻ കുഞ്ഞിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമായിരുന്നു. എല്ലാ മാസങ്ങളിലും ചെക്കപ്പിനായി അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി സൂര്യമംഗലത്ത് നിന്ന് കാർ അയച്ചു കൊടുക്കും. ആദ്യമൊക്കെ അവൾ അവനെയും പ്രതീക്ഷിച്ചിരിക്കുമെങ്കിലും പിന്നെ പതിയെ അവളൊന്നും ആഗ്രഹിക്കാതെയായി. ഏത് സമയവും നിർവികാരതയോടെ ഒരു മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടി. പതിയെ അവൾ ആരോടും മിണ്ടാതെയായി. സൂര്യനാരായണന്റെയും രേവതിയുടെയും വിവാഹം മുടങ്ങിയെന്ന വാർത്ത നാട്ടിൽ പാട്ടായതോടൊപ്പം തന്നെ സൂര്യനാരായണൻ രാജേശ്വരിയെ വിവാഹം ചെയ്യാൻ പോകുന്നെന്ന വാർത്ത കൂടി നാട്ടിൽ പരന്നു. എന്നാൽ അതറിഞ്ഞതും രേവതി പൊട്ടിത്തെറിച്ചു, ബഹളം വെച്ചു. ആ സമയം വല്ലാത്തൊരു വാശി അവളിൽ നിറഞ്ഞു. താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും അതൊന്നും വിശ്വസിക്കാതെ വല്ലവരുടെയും വാക്കിയിട്ട് തന്നെ തള്ളിപ്പറഞ്ഞ സൂര്യനാരായണനെ അവൾ വെറുക്കാൻ തുടങ്ങിയിരുന്നു. എന്തിന്റെ പേരിലാണെങ്കിലും അവന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്നവളാണ് താൻ. അങ്ങനെയുള്ള തന്നെ അവനൊരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലായിരുന്നു. അവൾ മനസ്സിലാതെ തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. പതിയെ അവൾ സൂര്യനാരായണനോടൊപ്പം തന്റെ ചുറ്റിനുമുള്ള എല്ലാവരെയും വെറുത്തു തുടങ്ങി.
തന്റെ ജീവിതം നശിപ്പിച്ചതിൽ അവരെല്ലാവരും ഉത്തരവാദികളാണെന്ന് അവൾ മനസ്സിലാട്ടി വരെയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് അവൾ സൂര്യനാരായണനെ കുറിച്ച് യാതൊന്നും തന്നെ അന്വേഷിക്കാതെയായി. അവൻ രാജേശ്വരിയെ വിവാഹം കഴിച്ചോ എന്ന് പോലും അവൾ തിരക്കിയില്ല. അവളെ സംബന്ധിച്ചിടത്തോളം തന്നെയൊന്നും മനസ്സിലാക്കുക പോലും ശ്രമിക്കാത്തൊരുവൻ ഇനി തനിക്ക് ആരുമല്ലെന്ന് അവൾ മനസ്സിൽ ദൃഢപ്രതിജ്ഞ എടുത്തിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു പോകും തോറും രേവതിയുടെ വയറ് വലുതായിക്കൊണ്ടിരുന്നു. അവൾ മറ്റുള്ളവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ആ കുഞ്ഞിൽ മാത്രമായി ഒതുങ്ങാൻ തുടങ്ങി. എന്തു വന്നാലും തന്റെ കുഞ്ഞിനെ സൂര്യനാരായണൻ നൽകില്ലെന്നവൾ ഉറച്ച തീരുമാനമെടുത്തിരുന്നു. അതിന്റെ ആദ്യപടി എന്ന വണ്ണം സൂര്യനാരായണൻ കുഞ്ഞിനു വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന എല്ലാ സഹായങ്ങളും അവൾ നിർത്തലാക്കി. അവൻ കുഞ്ഞിന്റെ ആരോഗ്യത്തിനു വേണ്ടി അവൾക്ക് കഴിക്കാനായി വാങ്ങിക്കൊടുക്കുന്ന ഒരു സാധനങ്ങളും അവൾ സ്വീകരിക്കാറില്ല. അവന് തന്റെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി അകറ്റി നിർത്തിക്കൊണ്ട് അവൾ തന്റെ കുഞ്ഞിനെ തന്നിലേക്ക് മാത്രമായി ചേർത്തു പിടിച്ചു. ഇതെല്ലാം സൂര്യനാരായണൻ അറിഞ്ഞുവെങ്കിലും ആ സമയത്ത് അവളുടെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ അവൻ അതിനൊന്നും പ്രതികരിച്ചില്ല. തന്റെ കുഞ്ഞ് ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ദിനത്തിനായി അവനും കാത്തിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.